സത്യമല്ല ഈ സത്യം. എനിക്കങ്ങനെ കള്ളാവണം. ഈ സത്യം ഞാൻ പറയാം. ഞാനൊരു ബിയർ അടിച്ചു. ബിയർ? ആ ബിയർ. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബിയർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷന് ഞാൻ അന്ന് ആദ്യമായിട്ടൊരു ബിയർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? ആ പോവാ ഇങ്ങോട്ട്. ആ പീസിൽ കുറച്ച് പണിയുണ്ട് നീയാണ് പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും 2 ദിവസം കഴിഞ്ഞ് പോയാ മതി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട, മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മ സാറ് കിടന്നോണം. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ചു ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിനൊന്നും വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാൻ. ഇങ്ങോട്ട് വന്നേ, ഒരു 500 രൂപ കൊടുത്ത്. ഓ അല്ല, ഇതിപ്പോ ആരെ കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിൽ അങ്ങോട്ട് എഴുതിയാ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയൊരാളാണെന്ന്. ചന്ദ്രയുടെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുമായിരുന്നല്ലോ. സാറിന് എത്ര രൂപ ലോൺ വേണം? ഞാൻ ഇന്ന് തന്നെ സാങ്ഷൻ ചെയ്ത് തരാം. അപ്പൊ ലോൺ കിട്ടുമോ? ഞാൻ ഈ വർക്കീസാണ് പറയുന്നത്. നാളെ രാവിലെ ബാങ്കിലോട്ട് വാ, ലോൺ ഞാൻ ശരിയാക്കി തരാം. സാർ ഒരു ഒറ്റ ഒപ്പിട്ട് തന്നാൽ മതി. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. അല്ലെങ്കിൽ വേണ്ട, ഫോം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നോട് ഒരു വിരോധവും മനസ്സിൽ തോന്നരുത്. സാറിന്റെ ചന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിലാണ്. ദയവ് ചെയ്ത് അതൊന്നും പിൻവലിക്കരുത്. ബ്രാഞ്ച് പൂട്ടിപ്പോകും. ബാങ്കിന്റെ ഭാവിയല്ലേ സാർ ഞങ്ങളുടെ ഭാവി. അതൊന്നും പേടിക്കണ്ട. ലോൺ ശരിയാവോ? എന്തിനാ സാർ സംശയം? വർഗീസിന്റെ വാക്കാണിത്. അപ്പൊ നാളെ ഞാൻ ബാങ്കിൽ വരാല്ലേ? അയ്യോ, ധൈര്യമായിട്ട് വരണം സാറേ. ഞാൻ മനസ്സമാധാനമായിട്ട് പൊയ്ക്കോട്ടെ.